ശ്രീ ജോർജ് ജോസഫ്, ഇത്തരം അപകടങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ഈ ടിപ്പറിന്റെ അപകടത്തിന് മുൻപ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അതിദാരുണമായ ഒരു അപകടം നടന്നു. ഈ ലോഡ് ഇറക്കിയതിന് ശേഷം വളരെ കെയർലെസ്സായി അതിലെ കയറുകൾ തൂങ്ങിക്കിടന്നുകൊണ്ട് ഒരു ലോറി യാത്ര ചെയ്യുകയാണ്. ആ കയറുകൾ ഒരു മധ്യവയസ്കന്റെ ശരീരത്തിൽ കുടുങ്ങുന്നു. എത്രയോ കിലോമീറ്ററുകൾ അദ്ദേഹത്തെയും വലിച്ചുകൊണ്ട് ആ ലോറി പോയി മരണം സംഭവിക്കുന്നു. അതിദാരുണമായ ഒരു സംഭവം നമ്മളൊക്കെ കണ്ടതാണ്. CCTV-യിൽ അടക്കം അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. അങ്ങേയറ്റം ദാരുണമായിരുന്നു. അത് കണ്ടു നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. ഈ കിലോമീറ്ററുകൾ പോകുമ്പോഴും ഈ ലോറി ഡ്രൈവർ ഇത് അറിയുന്നില്ല. സമീപവാസികൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇവർ പുറകെ ഓടുമ്പോൾ മാത്രമാണ് അയാൾ ശ്രദ്ധിക്കുന്നത്. ഇത്തരം പല അപകടങ്ങളിലും ഡ്രൈവർ കൃത്യമായി അശ്രദ്ധരാകുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇവർക്ക് ഇതിലുള്ള ഒരു അവബോധം ഇല്ലാത്തതാണോ ഇതിന് കാരണം? അതോ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു തെറ്റുപറ്റി, ഒരു അപകടം പറ്റി, ഒരു മരണം സംഭവിച്ചു, കൂടിപ്പോയാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ളൊരു വകുപ്പിൽ മാത്രമേ വരികയുള്ളൂ, ഉടൻ തന്നെ ജാമ്യം കിട്ടും, പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഇതിൽ നിന്ന് രക്ഷപ്പെടാം, ഊരിപ്പോരാം എന്നുള്ളൊരു ആത്മവിശ്വാസമാണോ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നത്? ഒരു പരിധി വരെ അതൊക്കെ കറക്റ്റാണ്. നമുക്ക് ഇത് ചില കാര്യങ്ങൾ കർശനമായിട്ട് ഇനി നിയന്ത്രിച്ചേ പറ്റുള്ളൂ. ഇത്ര ജീവിതമാണ് അപകടമാകുന്നത്. ഇപ്പം തന്നെ പറഞ്ഞ ഒരു മധ്യവയസ്കനെ റോഡിലെ പല സ്ഥലത്തും നമ്മൾ കയറ് തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒന്നും വേണ്ട, കേബിൾ വയറാണ് അതിൽ കൂടുതൽ. പലർക്കും അപകടം ഉണ്ടായ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ കേബിൾ വയറുകൾ അവിടെ ഇവിടെയൊക്കെ ചുരുട്ടി ഓരോ പോസ്റ്റിൻ്റെ അവിടെ ഇടും, അത് താഴോട്ട് കിടക്കും. പലരും അത് കുരുങ്ങിയത് മാത്രമല്ല, അത് താഴെ വീണും ഈ അടുത്ത കാലത്ത് ഒരാൾക്കുണ്ടായി. അപ്പം റോഡിൻ്റെ തീർച്ചയായിട്ടും പിള്ളി ആരായതിൻ്റെ ഉത്തരവാദികളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ അത് പരിശോധിക്കാനും ഉള്ള സംവിധാനം ഇല്ല. ടാർ ചെയ്ത് റോഡ് പണി കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ഇപ്പം തന്നെ ഞാൻ ഈ രാവിലെ നടക്കാൻ പോകുമ്പം കാണുന്നുണ്ട്, നമ്മുടെ സ്റ്റുഡൻറ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ ആ മസ്കറ്റ് ഹോട്ടലിൻ്റെ അവിടെ ഒരു റോഡിൻ്റെ നടുക്ക് നേരത്തെ കുഴിയെടുത്തതാണ്. ഇപ്പോൾ അവിടെ വന്ന് വണ്ടി ഇടിച്ച് ഞാൻ ഓരോ പ്രാവശ്യവും രാവിലെ ഞെട്ടും. ഓരോ വാഹനം ആ കുഴിയിൽ ഇറങ്ങിക്കയറും. അവരാരും ശ്രദ്ധിക്കുന്നില്ല. അത് അപകടം വിളിച്ചിരുന്ന പല ടൂ വീലർ അവിടെ വീഴുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ചെറിയ എമൗണ്ട് ആകുള്ളൂ. അതിന് തീർച്ചയായിട്ടും ഒരാളെ ഉത്തരവാദിത്തം, PWD റോഡാണെങ്കിൽ നാഷണൽ ഹൈവേ ആയാലും ശരി, ഇത്ര കിലോമീറ്ററിന് അവിടുത്തെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ മതി. ഇത് നോക്കുക, എല്ലാ ദിവസവും നോക്കുക, അതൊന്ന് ഫില്ല് ചെയ്യുക. വലിയ ചിലവ് വരില്ല. അപ്പോൾ അവിടെ ഒത്തിരി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ സതീഷ് അഡ്വക്കേറ്റ് പറഞ്ഞ ചില കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ടിപ്പർ ലോറിയിൽ വണ്ടി ഓടിക്കുന്ന ആൾക്ക് പുറകുവശത്തും സൈഡ് വശത്തും വിഷനില്ല. അത് വലിയ പെട്ടിയാണ് ഇരിക്കുന്നത്, അയാൾക്ക് കാണത്തില്ല. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് വലിയ ചിലവ് വരുന്ന കാര്യമല്ല. വണ്ടിക്കാർക്ക് രണ്ട് സൈഡിലും റിയർ കാണത്തക്ക രീതിയിലുള്ള അടിയന്തരമായിട്ടുള്ള വിഷൻ മിറർ വെച്ചിരിക്കണം. വണ്ടിക്ക് അകത്തും പുറം ഇപ്പം അങ്ങനെയുള്ള എന്തെല്ലാം സംവിധാനം ഉണ്ട് നമുക്ക് കാണാൻ. എല്ലാ പുതിയ കാർ ഇറങ്ങുന്നില്ല, അതൊക്കെ വലിയ ചിലവില്ലാതെ. അപ്പം കമ്പൽസറി ആയിട്ട് ടിപ്പർ ലോറിയുടെ അകത്ത് ഡ്രൈവ് ചെയ്യുന്നതും അല്ലെ അതിൻ്റെ ക്ലീനർക്കും കാണത്തര കീഴിലുള്ള ബാക്കിലെ കാണാനുള്ള വിഷൻ ആ വാഹനത്തിനകത്തും വേണം. റോഡിൻ്റെ ഇരുവശത്തും വലിയ മിറർ കൊടുത്ത ആ സൈഡിലോട്ട് കയറുന്നത് ഇറങ്ങുന്ന അവർക്ക് കാണാം. ഇപ്പം കാണത്തില്ല. ഇപ്പോൾ ഒറ്റ ടിപ്പർ ലോറിയും കാണത്തില്ല. കാരണം അകത്തിരിക്കുന്നതിൻ്റെ വെളിയിൽ ബാക്കിൽ എന്ത് നടക്കുന്നു, സൈഡിൽ എന്ത് നടക്കുന്നു, മുൻവശത്തെ വിഷൻ മാത്രമേ ഉള്ളൂ. അത് വളരെ അടിയന്തരമായിട്ട് ആ ട്രാൻസ്പോർട്ടുകാരും അതുപോലെ പോലീസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് കുറേശ്ശെ ഇങ്ങനെ കുറയ്ക്കാനേ പറ്റുള്ളൂ. അത് തന്നെയല്ല, ഈ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞത്. കാരണം 6 മണിക്കും 8 മണിക്ക് രാവിലെ 6-ന് വൈകിട്ട് 8 മണിക്കും എന്ത് പ്രശ്നം ഉണ്ടായില്ല. രാത്രി കൂലി കൊടുക്കുന്നൊന്നല്ല പ്രശ്നം. കുട്ടികൾ, നമ്മുടെ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ക്വാറിയിലെ അവർ പകൽ പണി ചെയ്യത്തില്ല. വേണ്ട, രാത്രി മിക്കവാറും ഉള്ള ഈ ടിപ്പർ ലോറിയിൽ ലോഡ് ചെയ്യുന്നതെല്ലാം വലിയ വേറെ ചില മിഷൻസാണ്. അപ്പോൾ അധികം ജോലിക്കാർ ആവശ്യമില്ല. ലേബറൊക്കെ പകൽ നടത്തിക്കോട്ടെ, കല്ല് പൊട്ടിക്കാൻ മറ്റൊക്കെ നടത്തിക്കോട്ടെ. പക്ഷേ കോരി എടുത്ത് കൊടുക്കുന്നത് അത് മിഷൻ വർക്കാണ്. 1-2 പേരെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന ചിലവൊന്നും അവിടെ വരത്തില്ല. ഏതായാലും ഈ പെറ്റി കേസ് ഈ ടിപ്പർ ലോറി ഇപ്പോൾ 26 പെറ്റി അടിച്ചെന്നൊക്കെ പറയുന്നത്, അത് ഒരു ഡ്രൈവറാണോ, ആ ടിപ്പർ ലോറിയുടെ സെയിം ഡ്രൈവറാണോ? അങ്ങനെയാണെങ്കിൽ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോലീസും അവർ തീർച്ചയായിട്ടും 1, 2, 3, 4, 5 ഒരേ വാഹനം തന്നെ 4, 5, 6 ഒരു പെറ്റി അല്ലെങ്കിൽ ഇതുപോലുള്ള വയലേഷൻ കാണിച്ചാൽ അതൊരു മാസത്തിൽ 5, 6, 7, 8 ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഒരു 3 മാസം പണിഷ്മെൻറ്റ് കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അവൻ്റെ 3 മാസത്തിന് സസ്പെൻഡ് ചെയ്യാൻ അധികാരം RTIക്കുണ്ട്. അത് ചെയ്യണം. കോടതി അല്ലാതെ നോക്കേണ്ടത്. കാരണം ഇങ്ങനെ കൂടെ ഒഫൻസ് വരുന്ന, പെറ്റി കേസ് വരുന്ന ഒരാൾ തന്നെയാണെങ്കിൽ, ഇപ്പോഴത്തെ ഈ കേസിനകത്ത് തന്നെ 26 പ്രാവശ്യം അടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്.
അതെന്തായാലും പോലീസും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും അത് അടിയന്തരമായിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് അയാളെ തീർച്ചയായിട്ടും ആ വാഹനം ഓടിക്കാൻ അനുവദിക്കരുത്. അപകടം ഉണ്ടാവും. ഈ 2 വാഹനം ഇപ്പം 2 അപകടം ഉണ്ടായവരും ഡ്രൈവർമാരെ നോക്കണം തീർച്ചയായിട്ടും. എത്ര പെറ്റി കേസ് അടിച്ചിട്ടുണ്ട് എങ്കിലേ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് കുറേ ദിവസത്തേന് അല്ലെ അത് മാത്രമല്ല ശ്രീ ജോർജ് ജോസഫ്, നമ്മൾ കാണുന്നുണ്ട് വലിയ മരത്തടികളുമായി, അതെ, വലിയ മരത്തടികളുമായി നഗരത്തിലൂടെ പോകുന്ന ലോറികളെ നമ്മൾ കാണുന്നുണ്ട്. വളരെ നേർത്ത 2-3 കയറ് മാത്രമേ ഇത് കവർ ചെയ്ത് കാണുന്നുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും രീതിയിൽ ഒരു കുഴിയിലേക്കോ മറ്റോ പതിക്കുകയാണെങ്കിൽ, ഒരു കയറ് പൊട്ടുകയാണെങ്കിൽ ഒരു അപകടമല്ല, നിരത്തിലേക്ക് ഈ തടികളുടെ ഒരു കൂമ്പാരം തന്നെ പതിക്കുകയാണ്. അതിലൊന്നും യാതൊരു നിയന്ത്രണമോ അല്ലെങ്കിൽ പോലീസിന്റെ ഒരു ചെക്കിങ്ങോ ഒന്നും നഗരത്തിൽ കാണുന്നു പോലുമില്ല. തീർച്ചയാണ് അത് നഗരത്തിൽ മാത്രമല്ല റൂറലിലും അത് ശ്രദ്ധിക്കണം. വളരെയധികം അപകടം ഉണ്ടാക്കുന്ന ഈ ലോഡിങ് വാഹനങ്ങൾ വരുന്നത് പെരുമ്പാവൂർ, ആലുവ, കൊച്ചി ആ ഏരിയയിലൊക്കെ ധാരാളം അപകടങ്ങൾ ലോഡ് ഉണ്ടാകുന്നുണ്ട്. നമ്മളിത് ചെറിയ അപകടം ഉണ്ടായി, മറ്റേ ആൾ ഇവർ മരിച്ചു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വാങ്ങിക്കുന്നത്. അതൊക്കെ നമുക്ക് ഒന്നാമതെ ട്രാഫിക് കേരളത്തിലെ എല്ലാ റോഡുകളും, നാഷണൽ ഹൈവേ ഉള്ള മാത്രമല്ല സ്റ്റേറ്റ് ഹൈവേയും അതുപോലെ PW റോഡുകളും ഗ്രാമപ്രദേശത്തിലെല്ലാം വാഹനങ്ങൾ വളരെ കൂടുതലാണ്. വാഹനങ്ങൾ അതിൻ്റെ കോമ്പറ്റീഷൻ അനുസരിച്ച് വിറ്റുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ആവറേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് 2 വാഹനം വെച്ച് ആയിക്കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. റോഡിലെങ്ങ് ഒരു വാഹനം ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അത് നിയന്ത്രിക്കണം. വാഹനത്തിൻ്റെ ഫ്ലോ അത് നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തോട്ടാണ് കാര്യങ്ങൾ. റോഡ് നിറഞ്ഞാണ് ഓരോ പർട്ടിക്കുലർ സമയത്ത്. ഇപ്പം ട്രിവാൻഡ്രം സിറ്റിയിലും കൊച്ചിയിലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആലുവ മുതൽ തൃശ്ശൂർ വരെ എന്തൊരു ട്രാഫിക്കാണ്. എത്ര മണിക്കൂർ എടുക്കും? സാധാരണ ഓടിയാൽ 1.5 മണിക്കൂർ കൊണ്ട് പോകുന്നത് 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെയാണ് ഇപ്പം പോകുന്നത്. അതേ രീതിയിൽ വന്നു കഴിഞ്ഞു കാര്യങ്ങൾ. വാഹനത്തിൻ്റെ ആധിക്യം വളരെ കൂടുതലാണ് കേരളത്തിൽ. അതെങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല നമുക്ക്. കാരണം എല്ലാവരും 1 വാഹനം 2 വാഹനം 3 വാഹനം ഒക്കെ ഉള്ളവരുണ്ട്. അത് പാർക്ക് ചെയ്യാനും സ്ഥലമില്ല, വീടുകളിലും സ്ഥലമില്ല. അങ്ങനെ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞു. അത് തന്നെയല്ല റോഡിലും മറ്റിടത്തും ഞാൻ പലരും കാണുന്നുണ്ട്. അവർ പുതിയ വാഹനം വാങ്ങുക, ഈ വാഹനം അവർ റോഡിൻ്റെ സൈഡിൽ തള്ളുക. ഞാൻ പല സ്ഥലത്തും കാണുന്നുണ്ട്. അതവിടെ കിടക്കും മാസക്കണക്കിന്. ആ വാഹനത്തിൻ്റെ ഉടമസ്ഥനെ കണ്ടെടുത്തിട്ട് അത് പോലീസ് ചെയ്യേണ്ട വർക്കാണ്, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിളുകാരും ചെയ്യണം. അത് ഡിസ്ട്രോയ് ചെയ്ത് കളയണം. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിന് ഒരു മണി കിട്ടാനുള്ളൊരു പണം വരാനുള്ള മാർഗമാണ്. ഇപ്പോൾ അതിന് സെൻട്രൽ ഗവൺമെൻറ് റൂളുണ്ട്. ഇത് നശിപ്പിച്ച് കളയുന്നതിന് 15 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുത്ത അതിന് ചില ഇൻസെൻറ്റീവ് കൂടെ കിട്ടുന്നുണ്ട്, പണവും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള അപകടം കുറയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിസ്സാര കാര്യമാണെന്ന് നമുക്ക് പറയുമ്പോൾ തോന്നും. പക്ഷേ ഇതെല്ലാവരും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമുക്കത് നല്ല റിസൾട്ട് വരും.